എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ചെയ്തത്. പക്ഷേ ഈ ടെക്നിക്കുകൾ ചെയ്യുന്നതിനേക്കാളും അതിനൊരു ഫ്യൂവൽ വേണ്ടേ. നമ്മൾ വണ്ടി വാങ്ങിച്ചു, പക്ഷേ പെട്രോൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? വണ്ടി ഓടില്ല. അതേപോലെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പെട്രോളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. അത് മാനിഫെസ്റ്റേഷന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളൊരു സാധനമാണ്. നമ്മൾ പലരും അത് തെറ്റായിട്ടാണ് ചെയ്യുന്നത്, പലരും അത് മനസ്സിലാക്കുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡാണ് എൻ്റെ ലൈഫിൽ, ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്, ആ ഒരു ഇന്ധനം എന്ന് പറയുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഇന്ധനമില്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷനും ഒരു സ്പിരിച്വൽ ജേർണിയിലും നമുക്ക് മുന്നേറാൻ പറ്റില്ല. അത് സത്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദിഭാവം. ഈ നന്ദിഭാവം ആർക്കുണ്ടോ അവർക്ക് വിജയമുണ്ടാവും. നന്ദിഭാവം വെറുതെ നന്ദി പറയുന്നതല്ല. പല ആൾക്കാരും രാവിലെ തന്നെ മിററിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്, ഞാൻ അതിന് നന്ദിയുണ്ട്, ഇതിന് നന്ദിയുണ്ട്, അത് തന്നതിന് നന്ദി, ഇത് തന്നതിന് നന്ദി, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വീഡിയോയിൽ കാണുന്ന പല സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ. ഇതൊന്നും ഗ്രാറ്റിറ്റ്യൂഡല്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടത് ഭാവമാണ്. യത് ഭാവം തദ് ഭവതി എന്നാണ്. എന്താണോ നമ്മളുടെ ഭാവം അതേപോലെ നമുക്ക് ഫലിക്കും. അപ്പോൾ ഈ ഭാവമാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ഇമാജിൻ ചെയ്യുന്നു എന്നുള്ളത് പോലും അല്ല. നമ്മളുടെ ഭാവം എന്താണ്, നമ്മൾ എന്താണ് നമ്മളുടെ വൈബ്രേഷൻ, അതാണ് അട്രാക്റ്റ് ആവുന്നത്. യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്നൊരു വേർഡുണ്ട്. നമ്മളുടെ വൈബ്രേഷനാണ് നമ്മളിലേക്ക് എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വൈബ്രേഷൻ ഉയർത്തി വെക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഇല്ലായ്മ എന്നുള്ളൊരു സോണിൽ നിന്ന് നമ്മളുള്ളതിനോടാണ് ഗ്രേറ്റ്ഫുൾ ആവുന്നില്ലേ. നമ്മുടെ ജീവിതത്തിലുള്ളതിനോട് ഗ്രേറ്റ്ഫുൾ ആവുക. ജീവിതത്തിന് ഓൾറെഡി ഉള്ള കാര്യത്തിനോട്, ഞാൻ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് പോലെ അത് തന്നതിന് നന്ദി, ഇത് തന്നതിന് നന്ദി എന്ന് കിട്ടുന്നതിന് മുമ്പേ പറയുന്നതിനെ കുറിച്ചിട്ടുള്ള അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രാറ്റിറ്റ്യൂഡല്ല ഈ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ ഗ്രേറ്റ്ഫുൾ ആവാൻ. നമ്മളുടെ ലൈഫിൽ നമുക്ക് ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു ശരീരം ഉണ്ടാവും, മനസ്സുണ്ടാവും അല്ലേ. നമുക്ക് കാണാൻ കണ്ണുകളുണ്ട്, നമുക്ക് കേൾക്കാൻ ചെവിയുണ്ട്, നമുക്ക് അവസരങ്ങളുണ്ട്, നമുക്ക് തൊഴിലുണ്ട്, നമുക്ക് നല്ലൊരു ഭാര്യ, ഭർത്താവ്. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിലേതെങ്കിലും ഒന്നില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. ഇതിലേതെങ്കിലും ഒരു കാര്യം ഇല്ലാത്തവർ, വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് നല്ല ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു ശരീരം ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അവർക്ക് നല്ല മക്കളുണ്ടാവും, അവർക്ക് നല്ല ചിന്തകളുണ്ടാവും അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ഗ്രേറ്റ്ഫുൾ ആവാൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈഫിൽ നമ്മൾ നന്ദി പറയാനായിട്ട്, ദൈവത്തിനോട് നന്ദി പറയാനായിട്ട് ഉള്ള കാര്യങ്ങളെ നമ്മൾ എടുത്ത് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലാതെ നമ്മൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ഒരു കാര്യത്തിന് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ഡിഫറെൻറ്റ്. അതൊരു മെത്തേഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ലാക്ക് എന്നുള്ളൊരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് അബണ്ടൻസ്, സമൃദ്ധി, ഇല്ലായ്മ എന്നുള്ളതിൽ നിന്ന് സമൃദ്ധി എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരും. മാത്രമല്ല, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് ഹോർമോൺസ് കൂടും. ഡോപ്പമിൻ സൈക്കോളജിക്കലി പ്രൂവ്ഡ് ആണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഡോപ്പമിൻ, സെറോട്ടോണിൻ ഇൻക്രീസ് ഉണ്ടാവും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഹാപ്പിനെസ് ഹോർമോൺസ് കൂടും, ഹാപ്പിനെസ് വർദ്ധിക്കും. ഒരു മെൻ്റൽ ഡീടോക്സ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ശാന്തമാകും. അവിടെ നെഗറ്റീവ് തോട്ട്സിനൊന്നും ഒരു ഇടവും ഇല്ല. നമുക്ക് ആരോടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? ഡിവൈനോട് അല്ലേ. ഡിവൈനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ആ ഡിവൈനോടുള്ള ആ കണക്ഷൻ സ്ട്രോങ് ആവും. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും
രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈഫിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കും. നിങ്ങൾ കണ്ണാടിയിലൊന്നും പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ മുഖം കഴുകേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എഴുന്നേറ്റ പാട് നിങ്ങൾ ബെഡിൽ തന്നെ ഇരുന്ന് ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യം ഒന്ന് ഡിവൈനിനെ കണക്ട് ചെയ്യുക. ആദ്യം നമ്മൾ കുറച്ച് നേരം ഡീപ്പ് ബ്രീതിങ് എടുത്ത് മനസ്സൊന്ന് ശാന്തമാക്കുക. എങ്ങനെയാണ് ഡീപ്പ് ബ്രീതിങ് എടുക്കേണ്ടത്? ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്ന് വരണം, ശ്വാസം വിടുമ്പോൾ വയർ താഴ്ന്ന് വരണം. വയറിൻ്റെ മൂവ്മെൻറ്റ്സിൽ തന്നെ കുറച്ച് നേരം വളരെ സാവധാനമായിരിക്കണം, പക്ഷേ വളരെ ആഴത്തിലായിരിക്കണം. ഈ മൂവ്മെൻറ്റ്സിൽ കുറച്ച് നേരം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് സംഭവിക്കും? ശാന്തതയുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മളുടെ ഡിവൈനെ നമുക്ക് കാണാം. കണ്ടിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള കാര്യത്തിനോട് എന്താ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ചിലപ്പോൾ അത് ഒരു കാര്യമാവാം, ചിലപ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട്. അത്രയും ഡിസ്ട്രെസ്സിലായിരിക്കും അയാൾ, അത്രയും സങ്കടത്തിലായിരിക്കും. അപ്പോൾ എന്തു പറയുക? ദൈവമേ, എനിക്ക് ഞാൻ എന്തിനാണ് നന്ദി പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ അങ്ങ് എന്നെ നയിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങ് എന്നെ നയിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, അല്ലെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് നന്ദി എങ്ങനെ വേണമെങ്കിലും പറയാം. വളരെ സത്യസന്ധമായിരിക്കാം, ഫേക്കൊന്നും ചെയ്യണ്ട, ഫേക്കേ ചെയ്യണ്ട. നിങ്ങൾ എന്താണോ അതായിരിക്കുക. അവിടെയാണ് സ്പിരിച്വൽ ജേർണി തുടങ്ങുന്നത്, അല്ല നമ്മൾ ഫേക്ക് ചെയ്യുന്നതിലൂടെ അല്ല. മാനിഫെസ്റ്റേഷൻ അതിനകത്തൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അതെല്ലാം ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു LKG ലെവലാണ്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് കുറേ മുന്നേറണമെങ്കിൽ നമ്മൾ എന്താണോ അതായിരിക്കുക. നമ്മൾ ജസ്റ്റ് ഇരിക്കുക, നമ്മൾ എന്താണോ ഗ്രേറ്റ്ഫുൾ, ഈ ഒരു ശ്വാസം ചെയ്ത് ഈ ഒരു മനസ്സ് ശാന്തമാക്കിയതിന് ശേഷം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഹൃദയത്തിൽ നിന്ന് പറയുക. ഒന്ന് പറഞ്ഞു നോക്കൂ. ഇതേപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അത് പറയുക. ഇത് രണ്ടും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിനോട് ഒന്ന് പറഞ്ഞു നോക്കുക. ഈ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. രാവിലെയും ചെയ്യുക, രാത്രിയിലും ചെയ്യുക. നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഈ എഴുതുന്നത് രാത്രിയിലായാലും മതി. ഓക്കെ, ഇതാണ് ജേണൽ. അല്ല ഞാൻ മറ്റേ മാനിഫെസ്റ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാതെ തന്നെ നടക്കും. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നല്ലത് അത് സംഭവിക്കും. നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഇടുന്നുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ നിങ്ങളൊന്ന് വായിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും നിരന്തരം ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന പോലെയും കുളിക്കുന്ന പോലെയും ഒരു ശീലമാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.